ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മോളുടെ ബർത്ത്ഡേ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രാത്രിയായിരുന്നു ഫംഗ്ഷൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല, ഞങ്ങളുടെ 2 വീട്ടുകാരും ഉണ്ടാവും, അതാണ് ഞങ്ങളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 25 ആളുണ്ടാവും, അവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ മെയിൻ ടാസ്ക്. അപ്പോൾ ഇത് രാത്രിയാവുമ്പം എനിക്ക് കുറച്ച് ടെൻഷൻ ഫ്രീ ആയിരിക്കും, കാരണം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറേ സമയം കിട്ടുമല്ലോ, ഒരു ഫുൾ ഡേ കിട്ടുന്ന മാതിരി ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതൊക്കെ റെഡിയാക്കാൻ പോവുകയാണ് രാവിലെ. ചിക്കനും ബീഫുമാണ് മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ചിക്കനും ബീഫും കഴിക്കാത്തവരുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് അയക്കൂറയും വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ കറിയും വെക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൈ ആക്കുന്ന ചിക്കൻ മസാലയൊക്കെ പുരട്ടിയിട്ട് ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് മസാലയൊക്കെ പുരട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇത് വൈകുന്നേരമാണ് ഞാൻ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ എനിക്ക് സെറ്റാക്കാനുള്ളത് ബീഫാണ്. ബീഫിൻ്റെ ഉള്ളിയൊക്കെ അരിഞ്ഞിടാനുണ്ട്, പിന്നെ ഈ അയക്കൂറ മുളകിടാനുണ്ട്. പിന്നെ ഈ ചിക്കൻ എന്ന് പറയുന്നത് നമ്മുടെ കറി വെക്കാനാണ്, ചിക്കൻ വറുത്തരച്ചിട്ട് കറി വെക്കാനാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ആക്കുകയാണ്. അപ്പോൾ ഇതാ ബീഫ് കുക്കറിൽ വേവിച്ചതിന് ശേഷം ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. പിന്നെ അയക്കൂറയും മുളകിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അയക്കൂറ മുളകിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ കുറച്ച് തിക്നെസ് വരാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. ഫുഡിൻ്റെ കാര്യം മൊത്തം ഞാനും ഡെക്കറേഷൻ്റെ കാര്യം മൊത്തം പ്രമോദനാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാനുണ്ട്. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതും പിന്നെ ആൾക്കാരെയൊക്കെ വിളിക്കുന്നതൊന്നും അവൾ അറിയില്ല കേട്ടോ. രാവിലെ തന്നെ പിറന്നാളെന്നറിയാം. അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോയതാണ്. ഡെക്കറേഷനൊക്കെ കണ്ടിട്ട് ആൾ ഞെട്ടിയതാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോഴേക്ക് ലൈറ്റൊക്കെ ഫിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കേക്ക് ഞങ്ങൾ വാങ്ങിച്ചത് ഇവിടെ കോക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ നിന്നാണ്. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഈ കേക്ക്. ചോക്കോ ഗാലക്സിയാണ് ഇതിൻ്റെ പേര്. സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, ഒന്ന് ടേസ്റ്റ് ചെയ്യുക, അത്രയേ ഉണ്ടാവാറുള്ളൂ. ഇത് എല്ലാവരും വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. എല്ലാ വർഷവും ബർത്ത്ഡേ എടുക്കാറാകുമ്പോൾ ഇങ്ങനെ ദിവസം എണ്ണിയിരിക്കുകയാണ്, കാരണം ഗിഫ്റ്റ് കിട്ടുമല്ലോ. അങ്ങനെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. ഇങ്ങനെ 2 പേരുടെ ബർത്ത്ഡേസും ചെറിയ രീതിയിലെങ്കിലും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്, കാരണം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഒരു രസമല്ലേ. പിന്നീട് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുട്ടികൾ ഗിഫ്റ്റ് പൊളിക്കലായി. അപ്പോൾ ഈ ഒരു സെക്ഷനൊക്കെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ 11 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇവരിങ്ങനെ ഗിഫ്റ്റ് പൊളിച്ച് അതൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇനി വൃത്തിയാക്കലാണ് എൻ്റെ ഡ്യൂട്ടി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.